ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ നിങ്ങളെ മുന്നിലേക്ക് വന്നിക്കാണ് കേട്ടോ. എൻ്റെ മോന് മദ്രസയിൽ പോവാണ്. ഓനിക്ക് രാവിലെ 6:40 മദ്രസ. ഓന് നടന്നിട്ടാണ് പോകുന്നത്. സൈക്കിൾ ഉണ്ടായിന്, സൈക്കിൾ കേടുന്നു. 6:20 ഇപ്പം. വെളിച്ചമൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. പോകാൻ്റെ കൂടെ ഞാൻ കട്ടൗട്ട് കഴിയണ വരെ പോവുകയാണ്. മെയിൻ റോട്ടിലേക്ക് എത്തിയപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത്. അത്ര അങ്ങോട്ട് വെളിച്ചമൊന്നും വെച്ചിട്ടൊന്നുമില്ല. പത്രം വിൽക്കണോലും പാല് കൊണ്ട് കൊടുക്കണോലും നടക്കണോലും തണുപ്പായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. മദ്രസ പോകുന്ന കുട്ടികളെല്ലാവരും ഉണ്ട്. കുറച്ചൊക്കെ നടന്ന് ഞാനിവിടെ തിരിച്ചു പോകുന്നു. ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ അരിയൊക്കെ കഴുകി വെച്ചിട്ടാണ് പോയത്. ഇന്നലെ പുതിർത്തിയതാണ്. മിക്സിയിലിടുകയാണ്. ദോശ ഉണ്ടാക്കാനാണ്. ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്ക് അരി അരച്ച മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിൽ തേങ്ങ, ചോറ് അങ്ങനെയൊക്കെ ഇടാം. പക്ഷെ ഞാനൊന്നും ഇട്ടില്ല. കുട്ടികൾക്ക് ഇങ്ങനെ കൊഴിഞ്ഞെത്തി ചോറിട്ടൊരു കൊഴിഞ്ഞെത്തി പോലല്ലേ അതുകൊണ്ട് ഓൽക്കത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാണ്. ഇനിയും ഓനങ്ങോട്ട് പോയാലും വേറെ കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ ഉണ്ട്. വേഗം ദോശ ചുട്ടെടുക്കുകയാണ്. ഇങ്ങനെ ഈ ദോശയൊക്കെ ഇപ്പോൾ ആൾക്കാർ ചുടലുണ്ടോ അറിയില്ല. ഇപ്പോൾ പലതരം ദോശ ചുടലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ദോശ ചുടലുണ്ടോ അറിയില്ല. അതും ഈ കല്ല് യൂസ് ആക്കിയിട്ട്. കല്ലിപ്പോൾ അധികം ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോഴോ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ അടിയിൽ കട്ടിയുള്ള പാത്രം വെക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ വെക്കാമെന്നല്ലാതെ ഞാൻ ദോശക്ക് കറി ഉണ്ടാക്കുന്നു. ബാജിക്കറി ഉണ്ടാക്കുന്നത് അത് കുക്കറിൽ ഞാൻ വേഗം കഴുകി ക്ലീനാക്കി വീണ്ടും കഴുകിയിട്ട് കുക്കറിൽ വെക്കുകയാണ്. കുക്കറുണ്ടായതും വലിയ ഉപകാരമുള്ള കാര്യം. എത്ര പെട്ടെന്ന് ആവുമല്ലോ. ഈ രാവിലെ വെച്ചാൽ തിരക്ക് പിടിച്ചൊരു ടൈമാണ്. ഇതിൻ്റെ സാധനമായിട്ടോ. അപ്പോൾ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കടുക് വറുക്കാൻ വേണ്ടി ചട്ടി വെച്ചിക്കാണ്. ദോശ ചുടൽ അവിടെ നിർത്തി വെച്ചിക്കാണ്. സ്കൂളിൽ പോകുന്നവരും കുളിക്കണോലും മാറ്റണോലൊക്കെ ഉണ്ട്. ഡ്രസ്സ് എടുത്ത് കൊടുക്കാനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് പോവാണ്. ആരെങ്കിലും മുന്നിൽ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇതെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതൊക്കെ എടുത്ത് വരികയാണ്. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട്. ക്യാമറമാനും ഒക്കെ ഞാൻ തന്നെ. ആക്ടിങ്ങും ക്യാമറമാനും ഒക്കെ ഞാൻ തന്നെ. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് കാണും ഇതിൽ. ആകുമ്പോഴത്തേനും മോൻ്റെ മദ്രസ വിടും. പക്ഷേ ഓൻ വന്നു കഴിഞ്ഞാലാണ് കുറേ പണി ഉണ്ടാവില്ലേ. ഓനെങ്ങനെ ഒരുക്കിയാലും ഓനക്ക് അന്നേരം ചെറുതായിട്ടുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഓൻ വരുമ്പോഴത്തേനും ചായൻ്റെ എല്ലാ പണിയും ശരിയാക്കി വെക്കും. എന്നാലേ ഓനങ്ങോട്ട് സ്കൂൾക്ക് അയക്കാൻ ഒരു 9:55 ക്ലാസ്. എന്നാൽ ആ ടൈം വരെ ഒരു 8:45 ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞാൽ മദ്രസ വിട്ട് ഇങ്ങോട്ട് എത്തും. പക്ഷേ എത്തി കഴിഞ്ഞാൽ 9:35 40 ഈ ടൈം വരെ നമ്മൾ ഒരു പണിയും ചെയ്യാൻ കഴിയില്ല. ഓനങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. അത് തെറ്റി കഴിഞ്ഞാൽ അപ്പോൾ പറയും ഉമ്മക്ക് മോനോട് സ്നേഹമില്ലായിട്ടാണ്, എല്ലാ മക്കളുമാരും ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ പരാതിയാണ്. ഓൻ്റെ പരാതി കേൾക്കാൻ നിൽക്കണ്ട. ഓനങ്ങോട്ട് പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ അതാ കറിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടെടുക്കും. ഞാനും കുറേ ആയി ഇത് യൂസാക്കിയിട്ട്. ഈ കല്ല് ഇതിൻ്റെ അമ്മ തന്ന കല്ലാണ്. കുറച്ച് പഴക്കമുണ്ട് ആ കല്ലിന്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യണം. എന്തായാലും കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. കമൻറ്റ് ഇട്ടാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ പറഞ്ഞാലല്ലേ ഞാൻ തിരിച്ചറിയൂ. അപ്പം നമുക്ക് തിരുത്താൻ കഴിയുമല്ലോ. ഉണ്ടാകുമ്പോൾ കാണുന്ന നടു ഭാഗത്തൊന്നും അങ്ങനെ അങ്ങോട്ട് ശരിയായി കിട്ടിയില്ല.